ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രോമിസറി എസ്റ്റോപ്പിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് തന്നെയാണ് പ്രോമിസറി എസ്റ്റോപ്പിൽ. നമുക്കിതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രോമിസും എസ്റ്റോപ്പലും. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന ഒരാൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ബിക്ക് കൊടുക്കുകയാണ്. ബി എന്ത് ചെയ്യുന്നു? ആ പ്രോമിസ് വിശ്വസിച്ച് ഈ പറയുന്ന ഒരു ആക്ട് ചെയ്യുകയും ചെയ്യാണ്. എ പറയാണ് ഞാൻ നിനക്കൊരു കാറ് തരാം. ബി പറഞ്ഞു ശരി, ഞാൻ നിനക്ക് പൈസ തരാം. 1,00,000 രൂപയിൽ കാറിന്റെ വാല്യൂ വരുന്നത്, 1,00,000 രൂപ ഞാൻ തരാം എന്ന് പറഞ്ഞ് ബി എന്ത് ചെയ്യാണ്? തിരികെ ആ കാശ് കൊണ്ട് എക്ക് കൊടുക്കുകയാണ്. എ പറയാണ് എൻ്റെ കയ്യിൽ കാറില്ല, ഞാൻ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ, നിന്നെ കളിപ്പിച്ചതാണെന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും എക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? ഞാൻ കൊടുത്ത പ്രോമിസ് തെറ്റാണെന്ന് ഒരിക്കലും എക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ പറയുന്ന ബി ഈ പ്രോമിസിന്റെ ബേസിൽ അത് വിശ്വസിച്ചുകൊണ്ട് ആക്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു പ്രോമിസ് കൊടുത്താലോ ഗവൺമെന്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ പ്രോമിസിൽ നിന്നും പിന്മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് ഈസ് എ പ്രോമിസറി എസ്റ്റോപ്പൽ. ഇൻ ഏർലിയർ വ്യൂ, പണ്ട് ഈ പ്രോമിസറി എസ്റ്റോപ്പൽ ഒൺലി ആപ്ലിക്കബിൾ ടു എ പ്രൈവറ്റ് പേഴ്സൺ മാത്രം അല്ലെങ്കിൽ സിറ്റിസണ് മാത്രമായിരുന്നു ഇത് ആപ്ലിക്കബിൾ ആയിരുന്നത്. സ്റ്റേറ്റിന് ഒരിക്കലും ഇത് ആപ്ലിക്കബിൾ ആയിരുന്നില്ല. പക്ഷെ 21st സെഞ്ച്വറിക്ക് ശേഷം ഗവൺമെന്റിന്റെ ഫിലോസഫിയിൽ തന്നെ ഒരുപാട് മാറ്റം വരികയും, പണ്ട് പോലീസ് സ്റ്റേറ്റ് ആയിരുന്നു, 21st സെഞ്ച്വറിക്ക് ഗവൺമെന്റിന് ഒരുപാട് പവേഴ്സും കാര്യങ്ങളൊക്കെ വരികയും അവരുടെ ഫങ്ഷൻസ് ഇൻക്രീസ് ആവുകയും ചെയ്തു. സോ അതിനുശേഷം ഗവൺമെന്റ് 21st സെഞ്ച്വറിക്ക് ശേഷം ഗവൺമെന്റും ഈ പ്രൈവറ്റ് പേഴ്സണെ പോലെ തന്നെയാണ് പ്രോമിസറി എസ്റ്റോപ്പിലും ലൈബിൾ ആവുന്നത്. അതിൽ ഇംഗ്ലണ്ടിൽ ഒരു കേസ് ഉണ്ട്, റോബർട്ട്സൺ വേഴ്സസ് മിനിസ്റ്റർ. ആ കേസിൽ വാർ ഓഫീസ്, പണ്ട് യുദ്ധം വരുന്ന സമയത്ത് ഈ യുദ്ധത്തിന് പോകുന്ന ആൾക്കാർക്ക് പെൻഷൻ തീർച്ചയായിട്ടും കിട്ടുമെന്ന് ഈ പറയുന്ന ഓഫീസർ, മിനിസ്ട്രി ഓഫ് പെൻഷൻ ഓഫീസർ ഡിക്ലെയർ ചെയ്തു. അത് വിശ്വസിച്ച് എന്ത് ചെയ്തു? ആൾക്കാർ യുദ്ധത്തിന് പോവുകയും വിജയിച്ച് തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ അന്ന് പെൻഷൻ ഓഫീസർ പറയാണ്, ഞങ്ങൾ അത് പ്രോമിസ് വിഡ്രോ ചെയ്യാണ്, പിൻവലിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എംപ്ലോയീസ് കോടതിയെ അപ്രോച്ച് ചെയ്യുകയും കോടതി പറഞ്ഞു ഗവൺമെന്റ് ഷുഡ് ലൈബിൾ ഫോർ പ്രോമിസറി എസ്റ്റോപ്പൽ. ഗവൺമെന്റ് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ പ്രോമിസിന്റെ ബേസിൽ ആൾക്കാർ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ലൈബിളാണ്, ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ ലൈബിളാണ് എന്ന് പറഞ്ഞ കേസാണ് റോബർട്ട്സൺ വേഴ്സസ് മിനിസ്റ്റർ. നമ്മുടെ ഇന്ത്യയുടെ കാര്യം വരുവാണെങ്കിൽ മോത്തിലാൽ ഷുഗർ മിൽസ് വേഴ്സസ് സ്റ്റേറ്റിൽ കോടതി പ്രോമിസറി എസ്റ്റോപ്പിൽ അപ്ലൈ ചെയ്തൊരു കേസാണ്. ഇനി പ്രോമിസറി എസ്റ്റോപ്പിൽ എഗെയിൻസ്റ്റ് നോ പ്രോമിസറി എസ്റ്റോപ്പിൽ എഗെയിൻസ്റ്റ് സ്റ്റാറ്റ്യൂട്ടിനെതിരെ ഒരു പ്രോമിസറി എസ്റ്റോപ്പിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ആർട്ടിക്കിൾ 14 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 14 എന്താ? റൈറ്റ് ടു ഇക്വാളിറ്റി ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു പ്രോമിസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആർക്ക് കൊടുക്കാൻ പറ്റത്തില്ല? കാരണം നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിന് എഗെയിൻസ്റ്റ് ആണത്. സോ ഒരു പ്രോമിസ്, ഒരു സ്റ്റാറ്റ്യൂട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കത് കോടതി ചെന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്ത് തരണം, നമുക്ക് ആ പ്രോമിസ് ഫുൾഫിൽ ചെയ്യണമെന്ന് ഒരിക്കലും നമുക്ക് കോടതിയോട് പറയാൻ പറ്റത്തില്ല. കാരണം ആ പ്രോമിസ് കൊടുത്തതിന് എന്താണ്? എഗെയിൻസ്റ്റ് സ്റ്റാറ്റ്യൂട്ടിന് എഗെയിൻസ്റ്റ് ആണ്. ദെൻ നോ എസ്റ്റോപ്പൽ എഗെയിൻസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടും വരുന്ന ഒരു പ്രോമിസും കൊടുക്കാൻ പറ്റത്തില്ല, അത് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ ദീസ് ആർ കംസ് അണ്ടർ ദി പ്രോമിസറി എസ്റ്റോപ്പൽ. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്, വാല്യുബിൾ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്